ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്നും സനോജ് കൂടി ചേരുന്നു. സനോജ്, മധ്യ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ആകെ നോക്കിയാൽ യു ഡി എഫ് നേതാക്കൾക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ മങ്ങലേൽക്കുന്ന ഒരു കാലവും സമയവുമാണോ? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങൾ ഏതാണ്ട് സെറ്റ് ചെയ്യപ്പെട്ട സമയമാണ്. വികസനം, കേരളത്തിൻ്റെ മാറ്റം, വികസനം, ജനക്ഷേമം, അഴിമതിരഹിത ഭരണം, ഇതിലൊക്കെ സർക്കാരിനെതിരെ ഒരു കുറ്റവും പറയാനില്ലാത്ത വോട്ടർമാർക്കിടയിലെ മികവിൻ്റെ തലം UDF അതിനെ കവർ ചെയ്യാൻ, മറച്ചുപിടിക്കാൻ പല വിവാദങ്ങളിലേക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കൊണ്ടുപോകാൻ നോക്കി. അതിൽ നിന്നൊക്കെ അവർ തന്നെ വല്ലാതെ അവർ തന്നെ പിൻവാങ്ങുന്നു നമ്മൾ കണ്ടു. അതുപോലെ വയനാട്ടിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാഹചര്യം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു പശ്ചാത്തലം. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ വീണ്ടും ഒരു അധികാരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവർ പ്രതീക്ഷയർപ്പിക്കുന്ന മധ്യ കേരളത്തിലും അവർ പ്രതീക്ഷിച്ച നിലയിലേക്ക് കണക്കുകൂട്ടലുകൾ വരുന്നില്ല, മാറുന്നില്ല എന്ന പ്രശ്നം UDF നേതൃത്വത്തെ അലട്ടുന്നുണ്ടോ? അതേസമയം മധ്യ കേരളത്തിലടക്കം കൂടുതൽ സീറ്റുകൾ, നിലനിൽക്കുന്ന സീറ്റുകൾ അടക്കം നിലനിർത്തി മുന്നോട്ട് പോകാം എന്നാണോ LDF കരുതുന്നത്? ഈ FCRA മധ്യ കേരളത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയാകുമോ? ക്രൈസ്തവ വോട്ടുകൾ പ്രതീക്ഷിച്ച് നീങ്ങുന്ന പല കളികളും BJP നടത്താറുണ്ടല്ലോ. തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ മധ്യ കേരളത്തിൽ ചർച്ച പലതരത്തിൽ വഴിതിരിച്ചുവിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിൽ കൂടിയും സ്വരാജ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളത്ത് നടത്തിയ 3ഓളം വാർത്താ സമ്മേളനങ്ങൾ അതിന്റെ മുനെ ഒടിക്കുന്നതായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനമാണ് എന്നും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് എന്നും സ്വരാജ് വ്യക്തമായി പറയുന്നതിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ കൃത്യമായി കൊണ്ടുപോകുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ നിയമം, FCRA നിയമം. ആ നിയമം ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആശങ്കകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള പല മതമേലധ്യക്ഷന്മാരും ഓർത്തഡോക്സ് സഭയുടെ സഭാധ്യക്ഷനും ഒപ്പം തന്നെ പാലാ ബിഷപ്പ് ഉൾപ്പെടെ, ചങ്ങനാശ്ശേരി ബിഷപ്പ്, കർദിനാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ സഭയുടെ ആശങ്ക അവർ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് എന്നും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് PC ജോർജിന്റെ ഭാഗത്തു നിന്നും സഭാ അധ്യക്ഷന്മാരെയും വൈദികരെയും അധിക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ നടത്തിയത്. ഈ അധിക്ഷേപകരമായ പരാമർശത്തിനെതിരെ സഭാവിശ്വാസികൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് BJPക്ക് തിരിച്ചടിയാവും. പ്രത്യേകിച്ച് പാലയും പൂഞ്ഞാറും പോലെയുള്ള മണ്ഡലത്തിൽ സ്വാഭാവികമായും BJPക്ക് അത് കനത്ത തിരിച്ചടിയാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ രീതിയിൽ മേൽക്കൈ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ കോട്ടയത്തെ ഇടതുപക്ഷം ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പാല ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഇത്തവണ ഇടതുമുന്നണി തിരിച്ചുപിടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ആ മണ്ഡലങ്ങളിലും ഒപ്പം തന്നെ പൂഞ്ഞാർ പോലെയുള്ള മറ്റ് മണ്ഡലങ്ങളിലും ക്രൈസ്തവ സഭകൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും FCRA നിയമം വലിയ ചർച്ചയായി മാറുന്നുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശരത്ത്. ശരി സനോജ്.